നമസ്കാരം. അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ മമതാ ഭരണം ഒടുവിൽ സ്വന്തം നേതാവിന്റെ ആത്മഹത്യാക്കുറിപ്പും TMCക്ക് തിരിച്ചടിയാകുന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് ജനവിധിയിലൂടെ തിരശ്ശീല വീണെങ്കിലും ആ ഭരണകാലത്തെ വിവാദങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ ഇപ്പോഴും പിന്തുടരുകയാണ്. അധ്യാപക നിയമന അഴിമതി മുതൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ വരെയും കൽക്കരി കന്നുകാലിക്കടത്ത് ആരോപണങ്ങൾ മുതൽ പാർട്ടി നേതാക്കൾക്കെതിരായ വിവിധ അഴിമതി ആരോപണങ്ങൾ വരെയും മമതാ ഭരണകാലം പലപ്പോഴും വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയിരുന്നു. ഇപ്പോൾ മുൻ ഡെപ്യൂട്ടി സ്പീക്കറും ദീർഘകാല TMC നേതാവുമായ ആശിഷ് ബാനർജിയുടെ മരണവും അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തുവന്ന ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങളും ആ പഴയ രാഷ്ട്രീയ അധ്യായത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുകയാണ്. താൻ ഒരിക്കലും അഴിമതിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും ഒരു ജോലിക്കും പകരമായി പണം വാങ്ങിയിട്ടില്ലെന്നും ആശിഷ് ബാനർജിയുടെ പേരിലുള്ള കുറിപ്പിൽ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ രാഷ്ട്രീയ സന്ദേശമാണ് പാർട്ടിക്കുള്ളിലെ തെറ്റുകൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും അവയ്ക്കെതിരെ പ്രതിഷേധിക്കാനും കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം എഴുതിയതായി പുറത്തുവരുന്ന വിവരം. ഒരു പാർട്ടിയുടെ ദീർഘകാല നേതാവ് തന്നെ അഴിമതിയിൽ നിന്ന് അകലം പ്രഖ്യാപിക്കേണ്ടി വരുന്നതും പാർട്ടിക്കുള്ളിലെ തെറ്റുകളെക്കുറിച്ച് പരാമർശിക്കുന്നതും TMCയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ തിരിച്ചടിയാണ് നൽകുന്നത്. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഒന്നോ രണ്ടോ സംഭവങ്ങളിൽ ഒതുങ്ങിയിരുന്നതല്ല. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ മന്ത്രിമാരും മുതിർന്ന നേതാക്കളും അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായതും കോടിക്കണക്കിന് രൂപയുടെ പണവും സ്വത്തുക്കളും സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നതും ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കേസിലും അന്വേഷണം നടന്നു. കൽക്കരി കന്നുകാലിക്കടത്ത് കേസുകളിലും തൃണമൂൽ നേതാക്കളുടെ പേരുകൾ ഉയർന്നത് മമതാ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഈ പശ്ചാത്തലത്തിലാണ് 2026 ജനവിധി ബംഗാളിൽ അധികാരത്തിന്റെ ചിത്രം തന്നെ മാറ്റിയത്. വർഷങ്ങളോളം മമതാ ബാനർജിയുടെ കോട്ടയായിരുന്ന പശ്ചിമ ബംഗാൾ BJPയുടെ കൈകളിലേക്ക് മാറി. ഇന്ന് സുവേന്ദു അധികാരിയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ഒരിക്കൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ സഹയാത്രികനായിരുന്ന സുവേന്ദു അധികാരി തന്നെ ഇന്ന് BJP സർക്കാരിന് നേതൃത്വം നൽകുന്നുവെന്നത് ബംഗാളിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി മാറുകയും ചെയ്തു. അധികാരം നഷ്ടപ്പെട്ടതോടെ തൃണമൂൽ കോൺഗ്രസിന്റെ പഴയ ഭരണകാലത്തെ തീരുമാനങ്ങളും വിവാദങ്ങളും വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാകുകയാണ്. അതിനിടെയാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവിന്റെ മരണവും അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറിപ്പും പുറത്തുവരുന്നത്. അതിൽ അഴിമതിയിൽ തനിക്ക് പങ്കില്ല എന്ന അവകാശവാദവും പാർട്ടിക്കുള്ളിലെ തെറ്റുകളെക്കുറിച്ചുള്ള പരാമർശം ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നത് TMCക്ക് രാഷ്ട്രീയമായി കൂടുതൽ അസൗകര്യമുണ്ടാക്കുന്നു. മമതാ ബാനർജിയുടെ ഭരണകാലത്തെ ഏറ്റവും വലിയ വിമർശനം അധികാരത്തിന്റെ അമിത കേന്ദ്രീകരണവും പാർട്ടിയും ഭരണ സംവിധാനവും തമ്മിലുള്ള അതിർത്തികൾ മങ്ങിയെന്ന പ്രതിപക്ഷ ആരോപണങ്ങളുമായിരുന്നു. TMC നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ BJP ശക്തമായി രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികളെ രാഷ്ട്രീയ പ്രതികാരമെന്ന് വിശേഷിപ്പിച്ചിട്ടാണ് മമതാ ബാനർജി പലപ്പോഴും പ്രതിരോധിച്ചത്. എന്നാൽ അന്വേഷണങ്ങളിൽ പുറത്തുവന്ന പണവും സ്വത്തുക്കളും കേസുകളിലെ രേഖകളും ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇതിനിടെയാണ് ആശിഷ് ബാനർജിയുടെ കുറിപ്പിലെ പരാമർശങ്ങൾ. മമതയുടെ ഭരണകാലത്തെ അഴിമതി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇത് TMCക്ക് സാധാരണ രാഷ്ട്രീയ വാർത്തയല്ല. ദീർഘകാലം പാർട്ടിക്കൊപ്പം നിന്ന ഒരു നേതാവിന്റെ പേരിൽ തന്നെ പാർട്ടിക്കുള്ളിലെ തെറ്റുകളെക്കുറിച്ച് പരാമർശം പുറത്തുവരുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുകയാണ്. എന്നാൽ ഈ കുറിപ്പിലെ ഓരോ വാക്കും അന്വേഷണത്തിലൂടെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതേസമയം ഇതിനകം തന്നെ അഴിമതി ആരോപണങ്ങൾ കൊണ്ട് പ്രതിരോധത്തിലായിരുന്ന TMCക്ക് പുതിയ സംഭവ വികാസം വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. മമതാ ബാനർജിയുടെ ഭരണകാലത്തെ അഴിമതി ആരോപണങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും അധികാരം മാറിയാലും പഴയ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നുമാണ് ബംഗാളിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. 2026 ജനവിധി മമതാ ബാനർജിയോട് ബംഗാൾ ജനത പറഞ്ഞത് വ്യക്തമായിരുന്നു. അധികാരത്തിന്റെ പേരിൽ എന്തും അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. അഴിമതി ആരോപണങ്ങൾക്കും ഭരണവിവാദങ്ങൾക്കും ജനവിധിയിലൂടെ മറുപടി നൽകുകയായിരുന്നു ബംഗാൾ. ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ പഴയ ഭരണകാലത്തെ വിവാദങ്ങളിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നത് പുതിയ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. ആശിഷ് ബാനർജിയുടെ മരണം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ദുരന്തമായി മാത്രം അവസാനിക്കുന്നില്ല. മമതാ ഭരണകാലത്തെ രാഷ്ട്രീയ സംസ്കാരത്തെയും അഴിമതി ആരോപണങ്ങളെയും TMCയുടെ ആഭ്യന്തര പ്രവർത്തന രീതിയെയും വീണ്ടും ചർച്ചയുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സംഭവമായി ഇത് മാറുകയാണ്. മമതാ ബാനർജിയുടെ ദീർഘകാല ഭരണത്തിന് ബംഗാൾ ജനത നൽകിയ രാഷ്ട്രീയ വിധിക്ക് പിന്നാലെ ആ ഭരണകാലത്തിന്റെ കണക്കെടുപ്പും കൂടുതൽ ശക്തമാകുകയാണ്.
ആശിഷ് ബാനർജിയുടെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും പുറത്തുവരണം. കുറിപ്പിന്റെ ആധികാരികത സ്ഥിരീകരിക്കണം. മരണത്തിന്റെ സാഹചര്യങ്ങൾ വ്യക്തമാക്കണം. TRDAയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ രേഖകളുമായി പരിശോധിക്കണം. അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നും അവയ്ക്ക് അടിസ്ഥാനം ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തണം. അപ്പോഴേ ഈ ഒരു സാഹചര്യത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയാർത്ഥം ബംഗാളി ജനതയ്ക്ക് മനസ്സിലാകൂ. രാഷ്ട്രീയ അധികാരം മാറിയതുകൊണ്ട് മാത്രം പഴയ കാലത്തിന്റെ എല്ലാ ചോദ്യങ്ങളും അവസാനിക്കുന്നില്ല. മറിച്ച് പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അവയ്ക്ക് കൂടുതൽ സുതാര്യമായ ഉത്തരങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്തമാണ് ഉണ്ടാകുന്നത്. ആശിഷ് ബാനർജിയുടെ മരണം പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയത്തിൽ ഒരു ഞെട്ടലായി മാറിയിരിക്കുകയാണ്. മുൻ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറും 5 തവണ MLAയുമായിരുന്ന ദീർഘകാലം തൃണമൂൽ കോൺഗ്രസിനൊപ്പം പ്രവർത്തിച്ച നേതാവ് പാർട്ടി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെടുകയും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പേരിലുള്ളതിലായി പറയപ്പെടുന്ന ഒരു കൈയെഴുത്ത് കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തതോടെ ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിച്ചു. കുറിപ്പിൽ പറയപ്പെടുന്നതായി പുറത്തു വന്നിരിക്കുന്ന വാക്കുകൾ തൃണമൂൽ കോൺഗ്രസിന് രാഷ്ട്രീയമായി അസൗകര്യമുണ്ടാക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് തെറ്റായിപ്പോയെന്ന ഖേദം, കുടുംബത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നിർദ്ദേശം, താൻ അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന അവകാശവാദം, പാർട്ടിക്കുള്ളിലെ തെറ്റുകൾ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം, എന്നാൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയാതിരുന്നതായുള്ള പരാമർശം, ഇവ ഓരോന്നും പ്രത്യേകം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് തൻ്റെ അഭിപ്രായം സ്വന്തമായി പറയാൻ കഴിയണം. പാർട്ടിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും നേതൃത്വത്തെ വിമർശിക്കാനും കഴിയണം. ആശിഷ് ബാനർജിയുടെ കുറിപ്പിൽ പറയപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യുന്ന തെറ്റുകൾ അംഗീകരിക്കാൻ കഴിയില്ല, എന്നാൽ പ്രതിഷേധിക്കാനും കഴിഞ്ഞില്ല എന്ന ആശയം ശരിയാണെങ്കിൽ അത് തൃണമൂൽ കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യമാണ് ഉയർത്തുന്നത്. ഇവിടെ BJP ഉയർത്തേണ്ട രാഷ്ട്രീയ ചോദ്യം ഇതാണ്: തൃണമൂൽ കോൺഗ്രസിൽ ഒരു മുതിർന്ന നേതാവിന് പോലും പാർട്ടിക്കുള്ളിലെ തെറ്റുകളെ തുറന്നെതിർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരുടേതാണ്? പാർട്ടി നേതൃത്വം ഈ ആരോപണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ബംഗാൾ ജനതയ്ക്ക് അറിയേണ്ടതുണ്ട്. ആശിഷ് ബാനർജിയുടെ പേരിലുള്ള കുറിപ്പിൽ താൻ അഴിമതിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും ഒരു ജോലിക്കും പകരമായി പണം വാങ്ങിയിട്ടില്ലെന്നും വ്യക്തമായി റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു പരാമർശം അദ്ദേഹത്തിനെതിരെ ഉയർന്നേക്കാവുന്ന ആരോപണങ്ങളിൽ നിന്ന് സ്വയം അകലം പാലിക്കാനുള്ള ശ്രമമായിരുന്നു എന്നതും അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. താരാപീത് രാംപുർഹട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന്, ടെൻഡർ തീരുമാനങ്ങൾ, ചെക്ക് വിതരണം, പദ്ധതി അംഗീകാരങ്ങൾ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ബംഗാളിന്റെ ജനാധിപത്യത്തിന് ആവശ്യമായത് വ്യക്തിപൂജയല്ല, ചോദ്യം ചെയ്യാനുള്ള അവകാശമാണ്. പാർട്ടി ഏതായാലും നേതാവ് ആരായാലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രവർത്തകർക്ക് കഴിയണം. അധികാരത്തിലിരിക്കുന്നവർക്ക് വിമർശനം കേൾക്കാനുള്ള ധൈര്യം വേണം. പ്രതിപക്ഷത്തുള്ളവർ ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവ് നൽകണം. അന്വേഷണ ഏജൻസികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയണം. ആശിഷ് ബാനർജിയുടെ മരണവുമായി ബന്ധപ്പെട്ട സത്യം പുറത്തുവരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അനുയായികൾക്കും നീതി ലഭിക്കണം. കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ അവയുടെ പശ്ചാത്തലവും പുറത്തുവരണം. അന്വേഷണത്തിലൂടെ ഇവയെല്ലാം വ്യക്തമാകണം. ആരെയും തെളിവില്ലാതെ കുറ്റക്കാരനാക്കാതെ, എന്നാൽ ഒരു ചോദ്യം മറച്ചു വെക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ശരിയായ വഴി. മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഇത് രാഷ്ട്രീയ ആത്മപരിശോധനയുടെ സമയമാണ്. 15 വർഷത്തെ ഭരണത്തിനു ശേഷം അധികാരം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ അതൃപ്തി, സംഘടനാ പ്രവർത്തനം, നേതാക്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം തുറന്ന മനസ്സോടെ പരിശോധിക്കേണ്ടി വരും. അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകട്ടെ. വസ്തുതകൾ പുറത്തു വരട്ടെ. ബംഗാൾ ജനത വിധി എഴുതട്ടെ. ജനാധിപത്യത്തിൽ സത്യം മറയ്ക്കാൻ പാടില്ല. ആശിഷ് ബാനർജിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യത്തിനും നിയമപരമായും സുതാര്യമായും മറുപടി ലഭിക്കുന്നതുവരെ ഈ ചർച്ച അവസാനിക്കേണ്ടതുമില്ല. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.